ഹലോ, അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? അപ്പം നമുക്കിന്നൊരു ഈവനിങ് വ്ളോഗ് കാണണം. അപ്പം ഈവനിങ് വ്ളോഗ് നമുക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം അത് നല്ലൊരു മഴക്കോള് കാണുന്നുണ്ട്. അപ്പം എന്താ ആകാശത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് അറിയാൻ വേണ്ടി പറ്റും. നോക്കി നന്നായിട്ട് കാർമേഘമൊക്കെ ഇരുണ്ട് കൂടി എപ്പോൾ വേണമെങ്കിലും പെയ്യാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴ പെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് അർജൻറ്റായിട്ട് കുറച്ച് പണികൾ ചെയ്യാനായിട്ട്, അപ്പം എന്തായാലും അത് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ വന്നത്. അപ്പോൾ സംഭവം വരുന്നിടത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ മോരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു മോരുമുളക് കേട്ടോ. അപ്പോൾ എന്തായാലും നന്നായിട്ട് വെയിലുണ്ടായിരുന്നു കേട്ടോ. നമുക്കിന്ന് ഉച്ചയ്ക്കൊക്കെ ആയിരുന്നു നല്ലതായിട്ട് പൊളിയായിട്ട് 3 മണി വരെയൊക്കെ നന്നായിട്ട് വെയിലുണ്ടായിരുന്നു. അപ്പോൾ 3 മണിക്ക് ശേഷം നന്നായിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നോക്കി നല്ലൊരു മണം കേട്ടോ അതിൻ്റെ ആ ഒരു മോരും ഉപ്പും അതുപോലെ തന്നെ ആ ഒരു മുളകിൻ്റെ എരിവൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അതിങ്ങനെ സ്മെല്ല് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മണം കേട്ടോ. അതുപോലെ തന്നെ ഒരു കഞ്ഞി കുടിക്കാനൊക്കെ നമുക്ക് ഈ ഒരു മുളകിൻ്റെ മതിയിട്ട് ധാരാളമാണ്. അപ്പോൾ ഇത് ഒരു 3 വെയിൽ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഇട്ട് വെച്ചിട്ട് ആ ഒരു മൺകലത്തിലെ മോരും അതുപോലെ തന്നെ ഉപ്പും എല്ലാം ഈ ഒരു മുളകുമായിട്ട് ചേർന്നിട്ട് ആ ഒരു മോര് ഫുള്ളായിട്ട് തന്നെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു മൺകലത്തിലേക്ക് അല്ലാട്ടോ ഇടുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ എല്ലാം മുളക് ഇതായിരിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് വാരി എടുക്കട്ടെ ഇനി. അങ്ങനെ എന്തായാലും ചടപടയും നമ്മുടെ മോരുമുളകല്ലാതെ ഞാൻ വാരിയിട്ടത് ഉള്ളിലേക്ക് കൊണ്ടുവച്ചിട്ട് അപ്പോൾ ചെറിയ രീതിയിൽ മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് സംസാരിക്കാൻ ഒട്ടും സമയമില്ല, കാരണം നമുക്ക് രണ്ടാഴ നിറച്ച് തുണിയിലിടും. അപ്പോൾ എന്തായാലും ഇവിടെയുണ്ട് അതേപോലെ നമുക്കിന് അപ്പുറത്ത് നമ്മുടെ അടുക്കള വശത്തും ഉണ്ട് തുണി. അപ്പോൾ ഇത് നമുക്ക് ആദ്യം എടുക്കാനും ശേഷം നമുക്ക് അതുകൂടി എടുക്കേണ്ട. അപ്പോൾ തുണികൾ എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. ഇടക്കാലത്ത് ഞാൻ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടത്. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ ഇട്ട തുണികളൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ട് അപ്പോൾ ഇതൊരു 2 മണി കഴിഞ്ഞിട്ടാണ് ഞാനിത് വിരിച്ചിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് അങ്ങനെ നന്നായിട്ട് അങ്ങനെ ഉണങ്ങിയിട്ടില്ല. എന്തായാലും നമുക്ക് നാളെ ഒന്ന് ഇടേണ്ടി വരും, കാരണം ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് മൊത്തം പിണ്ടിയോട്ടോ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഒന്ന് ചടപടിയിൽ 2 സ്ഥലത്തും തുണികളൊക്കെ ഒന്ന് വാരിയെടുക്കട്ടെ. ഇന്നലെ നമുക്ക് മഴ ഉണ്ടായിരുന്നുണ്ട്, പക്ഷേ ഇന്നലെ പെയ്തൊരു 10:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാട്ടോ നൈറ്റ്. പക്ഷേ ഇന്ന് എന്താ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്കൊക്കെ പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു വെയിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ചൂടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു 2 ദിവസമൊക്കെ അടുപ്പിച്ച് മഴ കിട്ടിയതുകൊണ്ടാണോ എന്നറിയില്ല, മണ്ണൊക്കെ ആയാലും നന്നായിട്ട് തണുത്തതുകൊണ്ട് തന്നെ ഇന്നങ്ങനെ ചൂടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ 2 സൈഡിലുള്ള തുണികളൊക്കെ എടുത്തിട്ട് നമുക്ക് എന്തായാലും കൊണ്ടുവയ്ക്കാം. അതുപോലെ തന്നെ ഇതിന് വിരിച്ചിട്ടുള്ളതൊക്കെ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇതാക്കണം. അതുപോലെ തന്നെ മടക്കാനുള്ള നമുക്ക് മടക്കാണ്ട് എന്തായാലും കുറച്ച് പണികളൊക്കെ ഉണ്ട്. എന്തായാലും എത്രത്തോളം എടുക്കാൻ വേണ്ടി പറ്റുന്നറിയില്ല, കാരണം കരണ്ടിൻ്റെ കാര്യത്തിൽ എപ്പോൾ തീരുമാനമാവുന്ന പോലും അറിയില്ല കേട്ടോ. നല്ല രീതിയിലുള്ള മഴ ചാരി തുടങ്ങിയിട്ടുണ്ടേ. ഇപ്പോൾ സമയം ഒരു 5 മണി ആവുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഒരു ക്ലൈമറ്റൊക്കെ പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 6 മണി ആ ഒരു സെറ്റപ്പാണ്, കാരണം അത്രത്തോളം നന്നായിട്ട് ഇരുണ്ട് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ എത്രത്തോളം വ്യക്തമാണെന്ന് അറിയില്ല, എന്നാലും നല്ല രീതിയിൽ തന്നെ ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടേ. ഇപ്പം തന്നെ നമ്മുടെ മേളിലേക്ക് ആ ഒരു കവുങ്ങിൻ്റെയൊക്കെ ആ ഒരു മേൽഭാഗത്തേക്കൊക്കെ നോക്കാൻ പറ്റാത്തൊരവസ്ഥയായി തുടങ്ങിയിട്ടുണ്ട്, കാരണം അത്രത്തോളം കാറ്റിങ്ങനെ വീശി തുടങ്ങിയിട്ട് ആ ഒരു മേൽഭാഗത്തെ കവുങ്ങുകളൊക്കെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആഞ്ഞടിക്കില്ല, ആ ഒരു എഫക്റ്റ് ആട്ടോ ഇപ്പോൾ തന്നെ. ഇന്നലെയൊക്കെ നമുക്ക് നൈറ്റ് ആട്ടോ മഴ പെയ്തത് കൊണ്ട് തന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരമൊക്കെ നമ്മുടെ ചെടിയൊക്കെ നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കി മഴ പെയ്തു ഗൈസ്, അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് മഴ നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴ പെയ്യേണ്ട ഒരു താമസം ഉണ്ടായിരുന്നു. അപ്പത്തിന് നമ്മുടെ കരണ്ടിന്റെ കാര്യം തീരുമാനമായിട്ട് അപ്പോൾ കരണ്ടൊക്കെ പോയിട്ട് അതേപോലെ നല്ല രീതിയിൽ ഇടിവാളും ഉണ്ടാകുന്നതിന് ഇടിയൊക്കെ വരുന്നത് പുറത്തേക്ക് എനിക്ക് ഇറങ്ങാൻ അത്രത്തോളായിട്ട് ഇടിയുടെ സൗണ്ടൊക്കെ ഇപ്പോൾ 2 സെക്കൻഡ് പോലും ആയിട്ട് അപ്പത്തേക്ക് നമ്മുടെ മിറ്റൊക്കെ നന്നായി നിറഞ്ഞ് വല്ലാത്തൊരു മഴക്കാലത്തിന്റെ എഫക്റ്റ് അടപ്പുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ മിന്നിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കരണ്ട് പോയ കത്തുന്ന ഒരു ബൾബാണ്. അപ്പത്താലും അതിന് എത്ര നേരം ഉണ്ടാവുമെന്നും അറിയില്ല. അടപ്പുന്നാലും അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും നേരിട്ടിരിക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത്. കാരണം ഇതൊരു അതായത് മഴയുടെ ഒരു ലക്ഷ്യം കണ്ടിട്ട് ഇന്ന് കറണ്ട് വരാനുള്ള ഒരു ചാൻസ് കാണുന്നത്. അത്രത്തോളം നല്ല കാറ്റാണ് ഇങ്ങനെ ആദ്യം അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം തീർന്നിട്ട് അതിന്റെ പവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റുകൾ നല്ല കാറ്റ് നമുക്ക് നല്ല പവർ അടിച്ചിട്ടുണ്ട്, കാരണം അത്രത്തോളം ചീറ്റായ ഉള്ളിലേക്ക് അടിച്ചു കിടന്നാലും ഇത്രയും ദിവസം പെയ്ത് വെച്ചിട്ട് ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് മഴ തന്നെ വേണം, കാരണം ഇത്രയും ഒരു എഫക്റ്റീവായിട്ട് നമുക്ക് പെയ്തിട്ടില്ല കേട്ടോ. 2 ദിവസങ്ങളിലൊക്കെ ആയിട്ട് മഴ ഉണ്ടെങ്കിൽ പോയി നോക്കി അല്ലെങ്കിൽ ഒഴുകിയിട്ടാണ് റോട്ടിൽ കൂടെ ഒക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പൊ തന്നെ അപ്പൊ ഇടിവാളുടെ ആ ഒരു സൗണ്ട് മുഖത്തിന് ഇടിമിന്നലായാലും നല്ല അടിപൊളിയായിട്ടോ മിന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഞാൻ ഒരുപാട് അങ്ങനെ ഇറങ്ങിയിട്ടില്ല. അപ്പൊ നോക്കി കുറച്ച് നേരം കൊണ്ട് നടന്നത് ഒരു 2-3 മിനിറ്റ് ആയപ്പോഴത്തേക്കും നോക്കി മഴയുടെ ഒരു എഫക്റ്റ്. കാറ്റാണെങ്കിലും അത് ശക്തമായ കാറ്റാണ്. നോക്കി നമ്മുടെ മുറ്റത്തേക്ക് നോക്കുമ്പോൾ മുറ്റവും റോഡും ഒരേ ലെവലിലാട്ടോ നിറഞ്ഞിങ്ങനെ ഒഴുകുന്നത്, കാരണം അത്രത്തോളം വെള്ളമാട്ടോ ഇത്രയും പെട്ടെന്ന് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ടോ. മഴ മാത്രമാണ് നമുക്ക് അത്ര ഫീലില്ല, പക്ഷെ കാറ്റ് വീശുമ്പോഴാട്ടോ ചെറിയൊരു പേടി. ഇപ്പോഴും ഒരു ശമനമില്ല, നല്ല അടിപൊളിയായിട്ടോ പെയ്തുകൊണ്ടിരിക്കും. ഞാനിത് ഉള്ളിൽ നിന്നാട്ടോ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, കാരണം അത്രത്തോളം നല്ല രീതിയിൽ ഇടിവാളും ഉണ്ടല്ലോ.
ഇപ്പോഴും നല്ല അതിശക്തമായ മഴ എന്നുണ്ട്. അത്രയും നല്ല ഫോഴ്സിലാണ് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മഴയെ നോക്കി ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക രസം തന്നെയാണ്. അതുപോലെ തന്നെ കിളികളുടെ സൗണ്ട് മൊത്തത്തിൽ നല്ല രസമുണ്ട് കേട്ടോ. മാത്രമല്ല ഈ ഒരു മഴ പെയ്തപ്പോഴത്തേനും നല്ല തണുപ്പായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കറണ്ട് അതേപോലെ തന്നെ ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല. അങ്ങനെ ആ ഒരു പോയ പോക്കിൽ അങ്ങനെ പോയിരിക്കണം. എന്തായാലും ഇന്ന് മിക്കവാറും നമ്മൾ ഇരുട്ടത്തായിരിക്കും. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കൽ അത്ര പോസിബിൾ അല്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു മഴ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കണം. കാരണം കാറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് ഇന്നായാലും നമുക്കിവിടെ വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വീഡിയോക്ക് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓഫ് ആക്കിയിട്ട് കാരണം വരുന്നില്ല ഒരു രക്ഷയില്ലാത്ത മിന്നലായിരുന്നു. കാരണം മിന്നൽ മാത്രമല്ല കേട്ടോ, കൂടെ നല്ല കാറ്റും കൂടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കുറച്ച് നേരം വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഓഫ് ആക്കുകയായിരുന്നു ചെയ്തത്. കാരണം നമുക്ക് പുറത്തത്തെ വ്യൂ കാണിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും പുറത്തിറങ്ങാൻ നമുക്ക് പുറത്തുള്ള വ്യൂ കാണിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ നേരെ ഉള്ളിലേക്ക് കയറും. കാരണം അത്രയും നല്ല ഇടിമിന്നൽ എന്ന് പറഞ്ഞാൽ എന്ത് പറയുക, നമുക്ക് ഭയങ്കരമായിട്ട് സൗണ്ടേ കേൾക്കുന്നുണ്ട്. ഇടിവാൾ മൊത്തത്തിന് ഇടി വെട്ടുന്ന ഒരു സൗണ്ട് മൊത്തത്തിൽ എന്താ പറയുക ഒരു മഴക്കാലം തുടങ്ങി ആ ഒരു എഫക്റ്റ് ആയിരുന്നു എന്തായാലും നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. അതുപോലെ തന്നെ കാറ്റിൻ്റെ എഫക്റ്റ് നമ്മളിവിടെ മേൽഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ, അതായത് നമ്മൾ ജസ്റ്റ് ആ ഒരു ജനലിൽ കൂടെ ഇങ്ങനെ മേളിലേക്കൊക്കെ നോക്കുന്ന ടൈം നമുക്ക് കാണുന്നൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കവുങ്ങുകളുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു വീടിൻ്റെ കുറച്ച് ഡിസ്റ്റൻസിൽ തന്നെ ആയിട്ട് കുറേ കവുങ്ങുകളുണ്ട്. അപ്പോൾ ആ ഒരു കവുങ്ങളുടെ തലകൾ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ കൂട്ടിയടിക്കുന്ന അത്രയും ഫോഴ്സിലാട്ടോ കാറ്റുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും നന്നായിരുന്നതാ. കാറ്റിപ്പോൾ കുറച്ച് കുറഞ്ഞെന്ന് പറയുന്നത്, നേരത്തെ അപേക്ഷിച്ച് കുറച്ച് കുറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇടിമിന്നലുണ്ട് കേട്ടോ, ഇടിമിന്നലും അതേപോലെ തന്നെ ഇടി വെട്ടുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. എന്നാലും മഴ കുറഞ്ഞിട്ടൊന്നുമില്ല, മഴ പെയ്തുകൊണ്ടിരിക്കണം. അപ്പം എത്ര നേരം പെയ്യുന്ന അറിയില്ല. അപ്പം നമുക്ക് നോക്കാം. ചെടികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആശ്വാസമായി നടക്കണം. അത്രത്തോളം എഫക്റ്റീവായിട്ട് പെയ്തല്ലോ. അതുപോലെ റോഡും അതുപോലെ നമ്മുടെ മിറ്റൊക്കെ നിറഞ്ഞിങ്ങനെ കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കും കേട്ടോ അങ്ങോട്ടേക്ക് ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ. അപ്പോൾ പുറത്ത് കുറച്ചൊന്ന് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ അരമണിക്കൂറിന് മുകളിലായാലോ മഴ പെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും കറണ്ട് ആയാലും ഇത്ര നേരം വന്നിട്ടില്ല. എന്തായാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയുടെ കാണിക്കണം. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും മഴയുണ്ടോ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ.